പിള്ളേരെ, ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയൊരു ക്ലാസ്സാണ്. പക്ഷേ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന പല ചോദ്യങ്ങളും ഇനി മുതൽ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ബ്രോക്കൺ ചെയിൻ റൂളിനെ കുറിച്ചാണ്. അപ്പം നിങ്ങളുടെ ഇത്രയും നാളത്തെ നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ എങ്ങും കേട്ടിട്ടില്ലാത്തൊരു വാക്കായിരിക്കും ഇത്, ഈ ഒരു ബ്രോക്കൺ ചെയിൻ റൂൾ എന്ന് പറയുന്ന സാധനം. എന്താണെന്ന് ചോദിച്ചാൽ എന്തോ വലിയ സംഭവമാണെന്നൊന്നും പറഞ്ഞിരിക്കേണ്ട, ശ്വാസമൊക്കെ വിട്ടിട്ട് ഫ്രീ ആയിട്ടിരിക്കടേ, വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക് മക്കളെ, ഞാനിപ്പോൾ നിങ്ങളോട് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. 10 മുട്ടായിക്ക് 20 രൂപ. 10 മുട്ടായിക്ക് 20 രൂപ. 20 മുട്ടായിക്ക് എത്ര രൂപ? ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ നോക്കിയതാണ്, പാളിപ്പോയി. ഇപ്പം നിങ്ങൾ പറയണോ, താൻ ഞങ്ങളെ ഒരുമാതിരി പൊട്ടനാക്കരുത്. നിങ്ങൾ എന്നോട് പറയുന്ന ഡയലോഗാണ്, ഇയാൾ ഞങ്ങളെ ഒരുമാതിരി പൊട്ടനാക്കരുത്. 10 മുട്ടായിക്ക് 20 രൂപയാണെങ്കിൽ 20 മുട്ടായിക്ക് 40 രൂപയെന്ന് അറിയാത്തവരൊന്നും അല്ല ഞങ്ങൾ. ഇയാളുടെ ചാനലിൽ വന്ന് ഇയാൾ പറയുന്ന മണ്ടത്തരം എല്ലാം കേട്ടോണ്ട് പോകുന്ന ആളുകളും അല്ല ഞങ്ങൾ. ഞങ്ങളങ്ങ് വെറും പൊട്ടരാക്കരുത്. മക്കളെ അവിടെ നില്ല്, നിങ്ങൾ ചൂടാവാതെ ഞാൻ കാര്യത്തിലേക്ക് വരട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് 10 മുട്ടായിക്ക് 20 രൂപയാണ്. ഒരു മുട്ടായിയുടെ വില കണ്ടുപിടിക്കും. എന്താണ്? 20നെ 10 കൊണ്ട് ഹരിച്ച് 2 കിട്ടും. അപ്പോൾ ഒരു മുട്ടായിക്ക് 2 രൂപയാണെങ്കിൽ 20 ചോക്ലേറ്റിന് 20 × 2 40 രൂപ. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കാൻ കാരണം ഈ ബ്രോക്കൺ ചെയിൻ എന്ന് പറയുന്ന സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കിക്കോ. ഈ ഒരു സാധനത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതെങ്ങനെ നമുക്ക് പരീക്ഷകളിൽ ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് വരുന്നത്, എങ്ങനെയാണ് ഈ ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മുന്നോട്ട് 2 ഉദാഹരണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലൂടെ നമുക്കത് പഠിക്കാം. ആദ്യം നമുക്ക് ഈ കോൺസെപ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 10 ചോക്ലേറ്റിന് 20 രൂപ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഒരു പെയർ കണ്ടോ, അതായത് 10ന് 20 എന്ന് പറയുന്ന ഒരു ജോഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ വിളിക്കും, ഇതൊരു കണക്റ്റഡ് ചെയിൻ ആണ്. ഇതിനിവിടെ ഒരു ജോഡി ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് വരിക. പക്ഷേ 20ന് ആ ഒരു ജോഡി ഇല്ല. അതുകൊണ്ട് ഈ ചെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രോക്കൺ ചെയിൻ. സോ ദിസ് ഈസ് ദ ബ്രോക്കൺ ചെയിൻ ആൻഡ് ദിസ് ഈസ് ദ കണക്റ്റഡ് ചെയിൻ. സോ നമ്മുടെ പ്രോബ്ലം സോൾവ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ബ്രോക്കൺ ചെയിനെ നമ്മൾ കണക്റ്റഡ് ചെയിൻ ആക്കുമ്പോൾ നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഈ ബ്രോക്കൺ ചെയിനെ കണക്റ്റഡ് ചെയിൻ ആക്കാം? ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് എൻ്റെ മക്കൾ കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇവിടെ 20 എന്ന് പറഞ്ഞ ഒരാൾ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. അയാൾക്ക് ജോഡി ഇല്ലല്ലോ, അയാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അയാൾ സിംഗിളാണ്, അയാൾക്ക് ജോഡിയില്ല. അപ്പോൾ അയാൾക്ക് ഒരു ജോഡിയെ നമുക്ക് കണ്ടുപിടിക്കണം. എടാ, ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന 20നെ നിങ്ങൾ ഇങ്ങ് എടുക്കുക, ഇൻറ്റു. ഇനി ഞാൻ പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ക്രക്സ് പോയിന്റ്, ആണിക്കല്ലെന്ന് പറയുന്നത് ഇനിയും പറയാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ബ്രോക്കൺ ചെയിനിൽ ഒരാൾ കണക്റ്റഡ് ആയിരിക്കും. 10ന് 20 എന്നും പറഞ്ഞ ഒരു പെയർ ഉണ്ട്. ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. 20നാണ് ആളില്ലാത്തത്. അപ്പോൾ 20നെ ഇങ്ങ് എടുക്കുക, ഇൻറ്റു ചെയ്യുക. എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കോമൺ സെൻസ് ആണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. അതായത് മക്കൾ ശ്രദ്ധിച്ചേ, 20 രൂപയ്ക്ക് അല്ലെങ്കിൽ 10 ചോക്ലേറ്റിന് 20 രൂപ, 20 ചോക്ലേറ്റിന് എത്ര? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നിടത്ത് വരേണ്ട ഉത്തരം 20നേക്കാളും ചെറുതാണോ വലുതാണോ? നിങ്ങൾ ഉത്തരം പറയണ്ട. നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം 20നേക്കാളും ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ? നിങ്ങളുടെ ഒരു ഊഹം പറഞ്ഞാൽ മതി. അത് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും. എന്താ? എടേ, 10 മുട്ടായിക്ക് 20 രൂപയാണെങ്കിൽ 20 മുട്ടായിക്ക് അതിനേക്കാളും കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? സിമ്പിൾ ലോജിക്ക്. കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കൂടുതൽ മുട്ടായി വേണമെങ്കിൽ കൂടുതൽ കാശ് കൊടുക്കണം. കൂടുതൽ ചോക്ലേറ്റ് വേണമെങ്കിൽ കൂടുതൽ കാശ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് 20നേക്കാളും വലുതാണ്. 20നേക്കാളും വലുതാണ്. വലുത് കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം? നിങ്ങൾക്ക് വലിയ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം? വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചങ്ങ് കേട്ടാൽ മതി. വലുതിനെ ചെറുതുകൊണ്ട് ഹരിക്കുക. അല്ലെ, ഇവിടെ 20ഉം 10ഉം കിടപ്പില്ലേ? ഇവിടെ 20ഉം 10ഉം കിടപ്പില്ലേ? ഉണ്ട്. അതില് ഒന്നുകിൽ നിങ്ങൾക്ക് 10/20 എടുക്കാം, അല്ലെങ്കിൽ 20/10 എടുക്കാം. ഇവിടെ നിങ്ങൾ ഏതെടുക്കും? നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്തുവാ?
വലിയ ഉത്തരം. വലിയ ഉത്തരം കിട്ടണമെങ്കിൽ ഇതിനെ തമ്മിൽ എങ്ങനെ ഹരിക്കണം? വലുത് ബൈ ചെറുത്. അപ്പൊ ഏതെടുക്കും മക്കളെ നിങ്ങൾ? 20/10. സോ 20/10. ഈ 2 0 വെട്ടിക്കളയുന്നു. 20 × 2 40 എന്ന് കിട്ടും. അപ്പോൾ 20 ചോക്ലേറ്റിന് 40 രൂപ. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് അതൊന്ന് കാണുക. ഞാൻ ഒന്നുകൂടെ പറയാം. ഒറ്റയ്ക്ക് എനിക്ക് 4 എടുക്കുന്നു 20 ഇൻറ്റു, എന്നിട്ട് ആലോചിക്കുക നമുക്ക് വേണ്ടത് 20-നേക്കാളും വലുതാണോ ചെറുതാണോ? കാരണം 10 ചോക്ലേറ്റ് 20 ആണെങ്കിൽ 20 ചോക്ലേറ്റിന് അതിനേക്കാൾ കൂടുതൽ വേണം. വലുത് കിട്ടണമെങ്കിൽ ഈ ഇപ്പുറത്തെ ഈ കണക്റ്റഡ് ചെയിനിലെ ആളുകളുണ്ടല്ലോ 10ഉം 20ഉം, അതിനെ തമ്മിൽ എങ്ങനെ ഹരിക്കണം? വലുത് കിട്ടണമെങ്കിൽ വലുത് ബൈ ചെറുത്, ചെറുത് കിട്ടണമെങ്കിൽ ചെറുത് ബൈ വലുത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇവിടെ? വലുത് കിട്ടണ്ടേ? 20/10. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 40 എന്ന ആൻസർ കിട്ടിയത്. ഓക്കെ, ഇനി ഞാൻ ഈ വാല്യൂ മാറ്റാതെ വേറൊരു രീതിയിൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇതാണ്. ഞാൻ വേണമെങ്കിൽ വേറൊരു കളർ എടുക്കാവേ. നമുക്ക് ഏത് കളർ എടുക്കാം? നീല. നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുള്ള് ബ്ലൂ എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. എൻ്റെ PPTയിലും സ്ലൈഡിലും എല്ലാം ഞാൻ കൂടുതൽ അതുകൊണ്ട് ബ്ലൂ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 10 ആളുകൾക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് 20 ദിവസം വേണേ. അങ്ങനാണെങ്കിൽ 20 ആളുകൾക്ക് ആ ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? അപ്പൊ ഇവിടെ സെയിം വാല്യൂസാ. 10 ചോക്ലേറ്റിന് 20 രൂപ എന്ന് പറഞ്ഞ പോലെ 10 ആളുകൾക്ക് 20 ദിവസം. അപ്പൊ 20 ആളുകൾക്ക് എത്ര ദിവസം? അപ്പം ഇതേ 40 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? അവിടെയും ഞാൻ പറഞ്ഞു, ഈ ബ്രോക്കൺ ചെയിൻ എന്ന് പറഞ്ഞാൽ 100 അല്ല 1,00,000% നിങ്ങളുടെ കോമൺ സെൻസ് മക്കളെ. നിങ്ങളുടെ കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനത്തെ മാത്രം, വേറെ ഒന്നുമില്ല. മാത്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ ഇല്ല. ജസ്റ്റ് ഹരിക്കാൻ മാത്രം, ഹരിക്കാനും ഗുണിക്കാനും മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെയും ബ്രോക്കൺ ചെയിൻ പ്രിൻസിപ്പിൾ നോക്കുമ്പോൾ ഇത് കണക്റ്റഡ് ചെയിനാ. 10ന് 20 ഉണ്ട്, പക്ഷെ 20ന് ആളില്ല. മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് 20നെ എടുക്കുക ഇൻറ്റു ഇവിടെ ചെയ്ത പോലെ തന്നെ. ഇനി എന്താണ്? ഈ ചെയിനിലേക്ക് നോക്കുക. ഇത് കണക്റ്റഡ് ചെയിനാണ്, ഇത് ബ്രോക്കൺ ചെയിനാണ്. ഇൻറ്റു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് വേണ്ട ഉത്തരം ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇവിടെ വരേണ്ട ആൻസർ 20-നേക്കാളും ചെറുതായിരിക്കണോ വലുതായിരിക്കണോ? വെദർ യു നീഡ് എ സ്മോളർ വാല്യൂ ഓർ എ ബിഗർ വാല്യൂ. നിങ്ങൾക്ക് വേണ്ട ഉത്തരം ചെറുതാണോ വലുതാണോ? കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 10 ആളുകൾക്ക് ഒരു ജോലി ചെയ്യാൻ 20 ദിവസം വേണം. അപ്പൊ 20 ആളുകൾക്ക് എത്ര ദിവസം വേണം? ആള് കൂടിയാൽ ജോലി പെട്ടെന്ന് തീരത്തില്ലേ? ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറി പെയിന്റ് അടിക്കുന്നതും നിങ്ങൾ 10 പേര് ഞാനും കൂടെ ചേർന്ന് നമ്മൾ 11 പേര് ചേർന്ന് ഒരു മുറി പെയിന്റ് അടിക്കുന്നു, ഏതാ പെട്ടെന്ന് തീരുക? ആള് കൂടിയാൽ പെട്ടെന്ന് തീരും. ടൈം ആൻഡ് വർക്ക് പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പൊ അവിടെ നമ്മൾ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ച് പറയാം. ആള് കൂടുക എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി കൂടുക. എഫിഷ്യൻസി കൂടിയാൽ എന്ത് കുറയും? ടൈം കുറയും. അവിടെ നമ്മൾ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? ടൈമും എഫിഷ്യൻസിയും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ടൈമും എഫിഷ്യൻസിയും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ടൈം എഫിഷ്യൻസി കൂടിയാൽ ടൈം കുറച്ചെടുക്കുക. അതുപോലെ തന്നെയാണ് ടൈമും സ്പീഡും. സ്പീഡ് കൂടിയാൽ ടൈം കുറയും. ഇതൊക്കെ നമ്മൾ ടൈം ആൻഡ് വർക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസും ഒക്കെ ക്ലാസ് വിശദമായിട്ട് എടുക്കുമ്പോൾ ഞാൻ അതൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ കാര്യം മാത്രം നോക്കുക. 10 ആളുകൾക്ക് 20 ദിവസം വേണമെങ്കിൽ 20 ആളുകൾക്ക് അതിനേക്കാളും കുറച്ച് മതി. കാരണം ആള് കൂടിയാൽ എഫിഷ്യൻസി കൂടും, കുറച്ച് സമയം മതി. അപ്പൊ നമുക്കിവിടെ കിട്ടേണ്ടത് കുറവ് എന്ന ഉത്തരവാണ്. 20 വേണ്ട. 10 ആളുകൾക്ക് 20 ദിവസം ഉണ്ടെങ്കിൽ 20 ആളുകൾക്ക് അതിനേക്കാളും കുറച്ച് ദിവസം മതി. അപ്പൊ കുറവെന്ന് കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ച പോലെ തന്നെ ചോദിക്കുന്നു. ഇവിടെ നിങ്ങൾ 10/20 എടുക്കുവോ അതോ 20/10 എടുക്കുവോ? 20/10 എടുക്കുവോ? ഏതെടുക്കും? അതാണ് എന്താണ് ഇവിടെ 10 ആളുകൾക്ക് 20 ദിവസമാണെങ്കിൽ 20 ആളുകൾക്ക് അതിനേക്കാളും കുറച്ച് മതി. അപ്പൊ കുറവെന്ന വാല്യൂ കിട്ടണം. അപ്പൊ നമ്മൾ ഏതെടുക്കണം? 10/20 എടുക്കണം മക്കളെ. ചെറുതല്ലേ എടുക്കേണ്ടത്? അപ്പൊ ഏതെടുക്കണം? 10/20. അപ്പൊ അതായി 20യും 20യും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എത്ര ദിവസം ഒന്ന് കിട്ടുന്നു?
10 ദിവസം. അതായത് 10 ആളുകൾക്ക് 20 ദിവസം വേണമെങ്കിൽ 20 ആളുകൾക്ക് 10 ദിവസം മതി. അതായത് വേണമെങ്കിൽ ഇപ്പൊ ടൈം ആൻഡ് വർക്ക് ഒക്കെ അറിയാവുന്ന ആളുകൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഇരട്ടിയാവുന്നു, അപ്പോൾ ടൈം പകുതിയായാൽ മതി. 10 20 അപ്പോൾ 20 10 ആവണം. അങ്ങനെ ചിന്തിച്ചാലും മതി. ഞാൻ ഈ ബ്രോക്കൺ ചെയിൻ റൂൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ എടുത്തത്. അപ്പം രണ്ടിടത്തും സെയിം വാല്യൂസ് ആയിരുന്നു, പക്ഷേ ഡിഫറെന്റ് ആൻസേഴ്സാണ് കിട്ടിയത്. സോ നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ തെറ്റിക്കാം. നിങ്ങൾക്ക് വലുത് വേണമെന്ന് തോന്നുവാണെങ്കിൽ വലിയ ഉത്തരം കിട്ടും, ചെറുത് വേണമെന്ന് തോന്നുവാണെങ്കിൽ ചെറിയ ഉത്തരം കിട്ടും. സോ പ്യോർലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ കോമൺ സെൻസ്. നിങ്ങളുടെ കോമൺ സെൻസിനെ മാത്രം ആശ്രയിച്ചിരിക്കും. സോ അതുകൊണ്ട് ചിന്തിച്ചൊന്ന് ചെയ്താൽ മതി, വേറെ ഒന്നും ഇതിനകത്തിലില്ല. അപ്പോൾ ഇതിനി എങ്ങനെയാണ് പരീക്ഷയ്ക്ക്, അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിരിക്കുക. ഇത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ചോദ്യങ്ങളിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫ്രം ദ ബിഗിനിങ് ഒന്നുകൂടെ കാണുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അത് ഇത്രയും ക്ലിയർ ആണെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ കാണുക, ഞാൻ വീണ്ടും പറയുന്നു, ഒന്നുകൂടെ കാണുക, എങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് മക്കളെ ആദ്യത്തെ ചോദ്യം. എന്താ പറഞ്ഞിരിക്കുന്നത്? മണിക്കൂറിൽ 20 കിലോമീറ്ററിൽ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ഒരു ദൂരം സഞ്ചരിക്കാൻ 30 മിനിറ്റ് വേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വേഗത 30 കിലോമീറ്റർ ആക്കി വർദ്ധിപ്പിച്ചു. അപ്പൊ ആദ്യം ഞാൻ 20 km/h സ്പീഡിലാണ് സഞ്ചരിച്ചത്. ആദ്യത്തെ എൻ്റെ സ്പീഡ് 20 km/h. അന്നേരം എനിക്ക് 30 മിനിറ്റ് വേണം. ഇപ്പൊ എൻ്റെ വേഗത 30 കിലോമീറ്റർ കൂടെ ഞാൻ കൂട്ടി. അപ്പൊ നേരത്തെ 20 ആണെങ്കിൽ ഇപ്പൊ 20 30 കൂടെ കൂട്ടി 50 km/h ആണ് എൻ്റെ വേഗത. നമുക്കറിയാം, നമ്മൾ സ്പീഡിൽ പോയാൽ നേരത്തെ എത്തും, ശരിയല്ലേ? നമ്മൾ നടന്നൊരു സ്ഥലത്തേക്ക് പോകുന്നത്, നമ്മൾ കാറിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, നമ്മൾ ആദ്യം എപ്പോഴാണ് എത്തുക? കാറിൽ പോകുമ്പോഴല്ലേ ആദ്യം എത്തുന്നത്. കാരണം എന്താ? നടക്കുമ്പോഴുള്ളതിനേക്കാളും സ്പീഡ് കൂടുതലാണ് എവിടെ? നമ്മൾ കാറിൽ പോകും. അപ്പോൾ വേഗത കൂടിയാൽ പെട്ടെന്ന് എത്തും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടൈമും സ്പീഡും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. സ്പീഡ് കൂടിയാൽ ടൈം കുറയും. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താ ചോദ്യം? എന്താ? മുൻപ് സഞ്ചരിച്ച അതേ ദൂരം സഞ്ചരിക്കുവാൻ എനിക്കിപ്പോൾ എത്ര സമയം വേണം? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ എൻ്റെ സ്പീഡ് എത്ര? 20 km/h. ഈ സെയിം കളർ ആയതുകൊണ്ട് ഒരു ഭംഗിയില്ലല്ലേ? നമുക്ക് കളർ മാറ്റാം. വെയിറ്റ്, കളർ എവിടെ? യെസ്. ഓക്കെ, അപ്പോൾ 20 km/h വേഗത്തിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് എത്ര സമയം വേണ്ടി വന്നു മക്കളെ? 30 മിനിറ്റ് വേണ്ടി വന്നു. ഇപ്പൊ ഞാൻ നേരത്തെ 20 ആയിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ 30 കൂടെ കൂട്ടി എത്ര ആക്കി? 50 ആക്കി. അപ്പൊ ഇപ്പൊ എൻ്റെ വേഗത എത്ര? 50 km/h. അപ്പൊ 50 km/h എനിക്ക് എടുക്കുന്ന സമയം എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, ബ്രോക്കൺ ചെയിൻ കണ്ടോ? 20ന് 50. അപ്പൊ ഇതെന്താണ്? ഇത് കണക്റ്റഡ് ചെയിൻ ആണ്. ഇതെന്താണ്? ബ്രോക്കൺ ചെയിൻ ആണ്. എങ്ങനെ ബ്രോക്കൺ ചെയിനെ കണക്റ്റഡ് ചെയിൻ ആക്കാം? ആദ്യം നമ്മൾ ഈ 30 എടുത്ത് എഴുതുക, ഇൻറ്റു എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് പിന്നെ ആലോചിക്കാം. നമുക്ക് ഇവിടെ കിട്ടേണ്ട ഉത്തരം 30നേക്കാളും ചെറുതാണോ വലുതാണോ? നമുക്കിവിടെ കിട്ടേണ്ട ഉത്തരം 30നേക്കാളും ചെറുതാണോ വലുതാണോ? പറ. ചെറുതാണ്. അപ്പോ എങ്ങനെ എഴുതാം? 20/30 ആണോ അതോ 30 സോറി ഇവിടെയുള്ള ഈ വാല്യൂസ് ഏതൊക്കെയാ? 20ഉം 50ഉം. അപ്പോ 20/50 ആണോ അതോ 50/20 ആണോ? എനിക്കിവിടെ കിട്ടേണ്ടത് 30നേക്കാളും ചെറുതാണ്. കാരണം എന്താ? എടാ, ഈ വേഗത കൂടിയാൽ സമയം കുറയും. 20 km/h ഞാൻ വളരെ പതുക്കെ സഞ്ചരിച്ചപ്പോൾ 30 മിനിറ്റ് എടുത്തു. എന്നാൽ ഞാനിപ്പോൾ സ്പീഡ് കൂട്ടി 50 ആക്കി. അപ്പോൾ സ്പീഡ് കൂട്ടിയാൽ സമയം കുറയും. അപ്പൊ എനിക്ക് കിട്ടേണ്ട ഉത്തരം എന്തായാലും 30നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ ഞാൻ എടുക്കേണ്ടത് എന്താണ്? 20/50 ആണ്. ചെറുതെടുക്കണം. ഏതെടുക്കണം? 20/50 എടുക്കണം. അപ്പൊ 20/50 ഇതങ്ങോട്ട് വെട്ടിക്കളയുന്നു. അപ്പൊ ഇവിടെ എത്ര കിട്ടുന്നു? 5 6 അല്ലെ? 6 × 2 12 മിനിറ്റ് എന്നാണ് എൻ്റെ ആൻസർ വരും. കണ്ടോ, നമ്മൾ ഇതിനകത്തൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ കോൺസെപ്റ്റ് ഒന്നും ഉപയോഗിച്ചില്ല. ചിലർ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നമുക്ക് ഇതിന് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പൊ ആൻസർ എത്ര മക്കളെ? 12 മിനിറ്റ്.
അപ്പം ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ഇനി ഇത് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ടൈം ആൻഡ് വർക്കിൽ ഉപയോഗിക്കാം, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഉപയോഗിക്കാം, ഇൻട്രസ്റ്റിൽ ഉപയോഗിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഉപയോഗിക്കാം. എവിടെ, അതായത് ഒരു വാല്യൂ ഈക്വൽ ആണെങ്കിൽ മറ്റേ വാല്യൂ എത്ര, അങ്ങനെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളിലും നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ടെക്നിക്കാണ്. നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പഠിക്കുന്നത് പോലെ ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ആണ് ബ്രോക്കൺ ചെയിൻ. ഇത് പഠിച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിത് പ്രയോജനപ്പെടും. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആൻസർ 12 മിനിറ്റ് ഓക്കെ നമുക്ക് കിട്ടി. ഒരു ഹോസ്റ്റലിൽ 540 കുട്ടികൾക്ക് 10 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. പുതുതായി 60 കുട്ടികൾ കൂടെ വന്നാൽ ഭക്ഷണം എത്ര ദിവസത്തേക്കുണ്ടാകും? അപ്പം ഒരു ഹോസ്റ്റലിൽ 540 കുട്ടികൾക്ക് എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട് മക്കളെ? 10 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. 60 പേരൂടെ വരുന്നു. അപ്പൊ 540ന്റെ കൂടെ 60 പേരും കൂടെ വന്നാൽ 540 പേർക്കാണെങ്കിൽ എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്? 10 ദിവസത്തേക്കുള്ളതുണ്ട്. ഇപ്പൊ അതിന്റെ കൂടെ 60 പേരൂടെ വരുന്നു. അപ്പൊ എത്ര പേരായി? 600 കുട്ടികളായി. അപ്പൊ 540 പേർക്ക് 10 ദിവസമാണെങ്കിൽ 600 പേർക്ക് എത്ര ദിവസം? നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രോക്കൺ ചെയിൻ എന്ന കോൺസെപ്റ്റിലേക്ക് വന്നു അല്ലേ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് കണക്റ്റഡ് ചെയിൻ ആണ്, ഇത് ബ്രോക്കൺ ചെയിൻ ആണ്. ആദ്യം എന്താ ചെയ്യണ്ടേ? ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെ എടുക്കണം 10 ഇൻറ്റു. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ തമ്മിൽ ഹരിക്കണം 540ഉം 600ഉം. എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട ഉത്തരം 10നേക്കാളും വലുതാണോ ചെറുതാണോ? തീർച്ചയായും ചെറുതാണ്. കാരണം എന്താ? 540 കുട്ടികൾക്ക് 10 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. 600 പേർക്ക് അത് തികയത്തില്ല. കാരണം ആള് കൂടിയാൽ കൂടുതൽ ഭക്ഷണം വേണം. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് 3 പേർക്ക്, നിങ്ങൾ 5 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വിരുന്നുകാർ ഒരു 4 പേരുടെ വന്നത്. അപ്പോൾ ഈ 5 പേർക്കുള്ള ഭക്ഷണം തികയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും. അതായത് ആളുകൾ കൂടുതൽ വന്നാൽ അത്രയും ദിവസത്തേക്കുള്ള ഭക്ഷണം കാണത്തില്ല. ആളുകൾ കൂടുതൽ വന്നാൽ എന്താണ്? കൺസപ്ഷൻ കൂടിയാൽ നമ്പർ ഓഫ് ഡേയ്സ് കുറയും. നിങ്ങൾ അതിന്റെ ഉപയോഗം കൂട്ടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആളുകൾ കൂടിയാൽ കൂടുതൽ ഭക്ഷണം എടുത്താൽ അത് നേരത്തെ തീർന്നു പോകും. നമ്മുടെ കോമൺ സെൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ടത് 10നേക്കാളും ചെറുതാണ്. അപ്പൊ ചെറുത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ എങ്ങനെ ഹരിക്കും? 540/600 ആണോ അതോ 600/540 ആണോ? 540 ആണോ? യെസ്. നമുക്കിവിടെ കിട്ടേണ്ടത് എന്താണ്? ചെറിയ വാല്യൂ ആണ്. അപ്പൊ ചെറിയ വാല്യൂ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ചെറുത് ബൈ വലുത്. അപ്പൊ എന്താ എടുക്കേണ്ടത് നമ്മൾ? 540 ഡിവൈഡഡ് ബൈ 600. കാരണം ചെറിയ ഉത്തരം കിട്ടണമെങ്കിൽ ചെറുത് ബൈ വലുത്. സോ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ഇതായി 0യും കട്ട് ചെയ്ത് കളയുന്നു. 54/6 എത്ര കിട്ടുന്നു? 9 days. 9 ദിവസം. അപ്പോൾ വളരെ എളുപ്പം ഈ ഒരു കാര്യം നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. ഈ ഒരു ബ്രോക്കൺ ചെയിൻ റൂൾ എന്നൊരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാനിതൊന്നും പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വെറും 2 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലായി നോക്കുക. കുറേ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. ആരെങ്കിലും ഒക്കെ അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ, നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയാനൊരു താല്പര്യമുണ്ട്. അപ്പം അത് നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾക്കനുസരിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഈ 2 ചോദ്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഇതെന്താണെന്ന് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ നോക്കുക. പല ചോദ്യങ്ങളും ഇത് ചെയ്യാൻ പറ്റും. ടൈം ആൻഡ് വർക്കിലെ ഇതിനെ തന്നെ ഇനി 3 ലെവലിൽ നമുക്ക് ചെയ്യും. ഇപ്പം നമ്മൾ 2 ആണ് പറഞ്ഞത്. ഇപ്പം 3 ടയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഒരു വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം എൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നു എങ്കിൽ അത് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഇതേപോലെ മറ്റാർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കിനിയും വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.